എല്ലാവർക്കും നമസ്കാരം. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഈ വർഷം മാർച്ച് 3-നാണ്. ആറ്റുകാൽ പൊങ്കാലയിടാൻ പോകുന്നവർ നിർബന്ധമായും വ്രതം നോറ്റുവേണം പോകാൻ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. 3 ദിവസമോ 7 ദിവസമോ വ്രതം നോറ്റുവേണം പൊങ്കാലയിടാൻ പോകാൻ. വ്രത ദിവസം സസ്യ ആഹാരം മാത്രം കഴിക്കുക, 2 നേരം കുളിക്കുക, 2 നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി 2 നേരവും തൊഴുക. അടുത്ത ദേവീക്ഷേത്രം ഇല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉപദേവതയായി ദേവിമാരുണ്ടാവും, അവിടെ പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ മനസ്സിൽ ധ്യാനിക്കണം. ഇത്രയേ വേണ്ടൂ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധമോ ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. അമ്മയെക്കുറിച്ച് മാത്രമേ മനസ്സിൽ ധ്യാനിക്കാവൂ. പൊങ്കാലയിടുമ്പോഴും പൊങ്കാലയ്ക്കായി തയ്യാറായി പോകുമ്പോഴും അമ്മയെ മാത്രം ധ്യാനിക്കണം. കാരണം നമ്മുടെ ആത്മാവിൻ്റെ പ്രതിരൂപമാണ് പൊങ്കാല. ആ പൊങ്കാലയാണ് അമ്മയ്ക്ക് നാം സമർപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ പാടുള്ളൂ. അമ്മയുടെ നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക. ഇത്രയും മതി. അമ്മയുടെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കും. അപ്പോൾ നമുക്കുണ്ടാവുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് മഹത്തരമാണ് ഈ കർമ്മം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ പൊങ്കാല നല്ലപോലെ സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.